السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശുദ്ധമായ സുബ്ഹി ജമാഅത്ത് നമ്മൾ സ്വീകരിക്കട്ടെ. മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു മാ യുസീബുൽ മുസ്ലിമു من نسب ولا وصب ولا هم ولا حذر ولا أذى ولا غم حتى الشوكة يشاكها إلا كفر الله بها من خطايا. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു വിഷമം ഉണ്ടാവുക, ഒരു പ്രയാസം ഉണ്ടാവുക, ഒരു രോഗം ഉണ്ടാവുക, അതല്ലെങ്കിൽ ഹത്ത ഷൗക്കത്ത് യുഷാക്കുഹ, അതല്ലെങ്കിൽ ഒരു മുള്ളു പോലും അവനക്ക് കുത്തുക, ഒരു മുള്ളു കുത്തുക, അങ്ങനെ ഒരു വേദന ഉണ്ടാവുക. എന്നാൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്തായാഹു, അത് കാരണമായിട്ട് അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് കാരണമായിട്ട് അല്ലാഹു ആ മനുഷ്യന്റെ വിഷമം, ആ മനുഷ്യന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു. അതിന് മുസ്ലിം ആവണം. അല്ലാഹു നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിങ്ങളിൽ പെടുത്തി തരട്ടെ. ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ച അയ്യുൽ മുസ്ലിമി അഫ്ളലു, നബിയെ മുസ്ലിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ആരാന്ന് വെച്ച്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? കൈ കൊണ്ടും നാക്ക് കൊണ്ടും മറ്റു മുസ്ലിമിനെ വിഷമിപ്പിക്കാത്തവരാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വിഷമം വരുമ്പോഴും അതിനൊക്കെ അല്ലാഹു പ്രതിഫലം നൽകും. മാത്രമല്ല ദോഷങ്ങൾ പുറത്തുതരും. ഇതുപോലെ തന്നെ മുഅ്മിനായ മനുഷ്യന്റെ കാര്യം എന്തൊരു അത്ഭുതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അവനൊരു അനുഗ്രഹം വരുമ്പോൾ അവൻ അല്ലാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് പടച്ചവർക്ക് തന്നു, അതിനും അവർക്ക് കൂലി. ഇനി അവനൊരു പ്രയാസം വരുമ്പോഴോ അവൻ ക്ഷമിക്കും, അതിനും അല്ലാഹു അവന് കൂലി ലഭിക്കുമെന്ന് നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ ഇത് ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി മുഅ്മിനെ കുറിച്ച് വിശേഷം നൽകിയിട്ടുണ്ട്, മുഅ്മിന്റെ സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടൊരു സ്വഭാവമാണ് നിത്യേന പള്ളിയിലേക്ക് വരുന്നത്. ഒരാള് നിത്യേന പള്ളിയിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ സാക്ഷി നിന്നോബി ഈമാൻ, ആ വ്യക്തി ഈമാനുള്ള വ്യക്തിയാണ്, മുഅ്മിനായ മനുഷ്യനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. അല്ലാഹു യഥാർത്ഥ മുഅ്മിനീങ്ങൾ നമ്മളെ പൊരുത്തി തരട്ടെ. അങ്ങനെ യഥാർത്ഥ മുസ്ലിമാവ്, യഥാർത്ഥ മുഅ്മിനാവ്, ഇങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് ഓഫറുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ വലിയ പ്രതിഫലമൊക്കെ നമുക്ക് നൽകട്ടെ. മുത്തുനബിന്റെ അടുക്കല് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നി അസ്റഫ് നബിയെ, എനിക്ക് അപസ്മാര രോഗമുണ്ട്. നബിയെ, അപസ്മാര രോഗം മാത്രല്ല, എനിക്ക് ആ അപസ്മാര രോഗം വന്നാൽ ഞാൻ താഴത്ത് വീട് കഴിഞ്ഞു കാലം കൊണ്ട് അടിക്കും. അപ്പൊ എന്റെ ഔറത്തൊക്കെ വെളിവാകും. അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിനോടൊന്ന് ദ്വാരക്കണം എന്റെ രോഗം മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ രോഗം മാറാൻ ഞാൻ ഇപ്പൊ തന്നെ ദുആ ചെയ്തു തരാന്നല്ല പറഞ്ഞു. റസൂൽ പറഞ്ഞ ആ സ്ത്രീയോട് സബർത്തി വരക്കിൽ ചെന്ന്, നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് അപസ്മാര രോഗം എന്ന് പറഞ്ഞു. അപസ്മാര രോഗം കാരണം താഴ്ത്തു വീട് നിന്റെ കൈയും കാലൊക്കെ അടിക്കുമ്പോ അവിടത്ത് വെളിവാകും. നീ അതിന് ക്ഷമിക്കുകയാണെങ്കിൽ വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, പിന്നെ റസൂൽ പറഞ്ഞു, നിനക്ക് ഇനി ക്ഷമിക്കാൻ കഴിയൂല എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു തരാം. അപ്പൊ നിന്റെ രോഗം അള്ളാഹു ശിഫയാക്കി തരും. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഫഖാലത്ത് അസ്ബിറു, നബിയെ ഞാൻ ക്ഷമിച്ചോളാം, പക്ഷെ എനിക്കൊരു വിഷമുണ്ട്. ഇനി നബിയെ, എനിക്ക് അപസ്മാര രോഗം വരുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, എന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങ് അല്ലാഹുവിനോടൊന്ന് ദ്വാരക്കണം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അതിനു വേണ്ടി ദ്വാരം കൊടുക്കുക. എന്ത്?
ആ ഔറത്തിന്റെ വെളിവാകണ ശരീരത്തിൽ ചില ഭാഗങ്ങൾക്ക് വെളിവാകണ ആ പെടച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ആ സ്ത്രീക്ക് ദുആ ചെയ്തു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ സംഭവം ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ കഥ, ആ ചരിത്രം പറഞ്ഞു കൊടുക്കുക. എന്താ? റസൂലുള്ളാഹിന്റെ അടുക്കൽ ആ സ്ത്രീ എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അപസ്മാര രോഗമുണ്ട്, ആ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ദോർക്കണം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്ത്രീയോട് പറഞ്ഞത്, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ആ സ്ത്രീ ക്ഷമിക്കുകയും ചെയ്തു. അപ്പോ അത്താഴ് തങ്ങളോട് പറയാണ്, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ആ പെണ്ണിന് അപസ്മാര രോഗമുണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ എന്താക്കും റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം ക്ഷമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ സ്ത്രീക്ക് അല്ലാഹു സ്വർഗം നൽകും എന്ന് ബഹുമാനപ്പെട്ട അത്താഴ് തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പ്രയാസം ഉണ്ടാകുമ്പോ, വിഷമമുണ്ടാകുമ്പോ നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമക്ക് വലിയ കൂലിയുണ്ട്. വേറൊരു സംഭവം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്കി നബിയ്യൻ മിനൽ അംബിയാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രവാചകൻ മുൻകാലത്തുണ്ടായിരുന്നു. ആ പ്രവാചകൻ തന്റെ ജനങ്ങളെ ഉപദേശിച്ചു, ഇസ്ലാമിന്റെ വഴി കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ജനങ്ങൾ അത് അനുസരിക്കുന്നില്ല. തന്റെ ജനങ്ങൾ ആ പ്രവാചകനെ അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ പ്രവാചകന്റെ മുഖത്ത് നിന്ന് രക്തം അടിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചു. അഥവാ അടി കാരണത്താൽ ആ പ്രവാചകന്റെ മുഖത്ത് നിന്ന് രക്തം ഒലിച്ചു പോയി. മാത്രല്ല, ആ പ്രവാചകൻ തന്റെ മുഖത്ത് ഇങ്ങനെ ആ രക്തം ഇങ്ങനെ തുടക്കുകയാണ്. എന്നിട്ടും ആ പ്രവാചകൻ പറയുന്നുണ്ടത്രേ, പടച്ചതമ്പുരാനെ, എന്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ, ഇവർക്ക് വിവരമില്ലാതാണ് ഇവര് പ്രവർത്തിച്ചത്. അപ്പൊ മുൻകാലത്തൊക്കെ ദീനിന് വേണ്ടി അവര് സഹിച്ച ത്യാഗം. അപ്പോ ആ പ്രവാചകൻ എന്തുകൊണ്ടാണ് ക്ഷമിക്കാനുള്ള കാരണം? ക്ഷമിച്ചാലും വലിയൊരു പ്രതിഫലം ലഭിക്കും. അത് കാരണമാണ് ആ പ്രവാചകൻ ക്ഷമിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം, അത് അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല നമുക്ക് ക്ഷമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ, ക്ഷമയോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ ഞങ്ങളൊന്ന് കബൂൽ ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഈ പരിശുദ്ധ സുബ്ഹി ജമാഅത്ത് സ്വീകരിക്കണം തമ്പുരാനെ. രാത്രി മുഴുവൻ നിസ്കരിച്ച വലിയ പ്രതിഫലം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചവർ, ഞങ്ങളെ ചുറ്റും മറവട്ട് കിടക്കുന്നവർ എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണം തമ്പുരാനെ. രണ്ടുകൂടും ഖൈറാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.